മഹാഭാരത യുദ്ധത്തിനു ശേഷം ധർമ്മപുത്രർ ഹസ്തിനപുരത്തെ രാജാവായി. 3 അശ്വമേധയാഗങ്ങളും നടത്തി. പക്ഷേ ബന്ധുക്കളെ യുദ്ധത്തിൽ വധിച്ച സംഗതിയെ ഓർത്ത് സ്നേഹമോഹങ്ങൾക്ക് കീഴടങ്ങിയ ധർമ്മപുത്രർക്ക് കുറ്റബോധം നിമിത്തം സ്വസ്ഥതയില്ലാതായി. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും വ്യാസാദികളുടെയും ഉപദേശത്തിന് അദ്ദേഹത്തെ സ്വസ്ഥനാക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ സൂക്ഷ്മസ്ഥിതി നന്നായി അറിയാൻ ഭീഷ്മരിൽ നിന്നും സർവധർമ്മങ്ങളുടെയും മർമ്മം അറിയണമെന്ന ആഗ്രഹം തോന്നിയ ധർമ്മപുത്രർ സ്വച്ഛന്ദമൃത്യുവായ ഭീഷ്മർ മരണത്തിന് ഉചിതമായ ഉത്തരായണ കാലത്തെയും കാത്തുകിടക്കുന്ന കുരുക്ഷേത്ര ഭൂമിയിലേക്ക് സ്വന്തം സഹോദരങ്ങളോടും ശ്രീകൃഷ്ണനോടും വ്യാസൻ, ദൗമ്യൻ എന്ന മഹർഷിമാരോടും കൂടെ പുറപ്പെട്ടു. ധർമ്മപുത്രരുടെ സംശയങ്ങളെല്ലാം തീർത്തു നൽകിയ ഭീഷ്മർ ഉത്തരായണകാലം തുടങ്ങിയപ്പോൾ തൻ്റെ മുൻപിലിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നതാണ് ഭീഷ്മസ്തുതി. ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ 9-ാം അധ്യായത്തിലെ 32 മുതൽ 43 വരെയുള്ള 12 ശ്ലോകങ്ങളാണ് ഭീഷ്മസ്തുതി. ആദ്യം ശ്ലോകങ്ങൾ വായിക്കാം, പിന്നീട് അർത്ഥം പറയാം. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിദ്ദിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവപ്രവാഹഃ ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദദാനേ വപുരളകകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേ അനവദ്യ യുദിതുരകരജോ വിധൂമ്രവിശ്വചലുളിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരേർവിഭിദ്യമാനത്വജി വിലസത്കവചേസ്തു കൃഷ്ണാത്മാ സപതി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷ്ണാ ഹൃദവതി പാർത്ഥസഖേരതിർമമാസ്തു വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവതാദ്വിമുഖസ്യ ദോഷബുദ്ധ്യാ കുമതിമഹരദാത്മവിദ്യയാൽ ചരണരതി പരമസ്യ തസ്യ മേസ്തു സ്വനിഗമമവഹായ മത്പ്രതിജ്ഞാമൃതമതികർത്തൃം അവപ്ലുതോരതസ്തഃ ധൃതരഥചരണോഭ്യയാൽ ചലദ്ഗുർഹരിരിവ ഹന്തുമിബം ഗതോത്തരീയഃ ശിതവിശിഖഹതോ വിശീർണദംശഃ ഷദച പരിപ്ലുതാദദായിനോ മേ പ്രസമമപി സസാരമദ്വദാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദഃ വിജയരഥകുടുംബാത്തതോത്രേ ധൃതഹയരശ്മിനി തച്ഛ്രിയേക്ഷണീയേ ഭഗവതിരതിരസ്തു മേ മുമുർഷോർ യമിഹ നിരീക്ഷ്യ ഹതാഗതാസ്വരൂപം ലളിതഗതിവിലാസവൽഗുഹാസ പ്രണയനിരീക്ഷണകൽപ്പിതോരുമാനാഃ കൃതമനുകൃതവത്യ ഉന്മദാന്താഃ പ്രകൃതിമകൻ കില യസ്യ ഗോപവദ്വഃ മുനിഗണനൃപവർയസങ്കുലേന്ദഃ സദസ്സി യുധിഷ്ഠിരരാജസൂയയേഷാം അർഹണമുപഭേദ ഈക്ഷണീയോ മമ ദൃശി ഗോചര ഏഷ ആവിരാത്മാ തമിമമഹമജം ശരീരവാചാം ഹൃദി ഹൃദി ദിഷ്ഠിതം ആത്മകൽപ്പിതാനാം പ്രതിദിശമിവ നൈകദാർക്കമേകം സമധിഗതോസ്മി വിദൂതഭേദമോഹ ക്ഷിതിഭരമവരോപിതും കുരൂണാം ശോസനൈവാസൃജദക്ഷവംശവന്യീം തമിമഹമനുവ്രതാർത്തിഹാംഗ്രീം ഹൃദി പരിരവ്യ ജിഹാമി മർത്യനീടം. ഇനി അർത്ഥം പറയാം. 1-ാമത്തെ ശ്ലോകം. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാ വിതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിദ്ദിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവപ്രവാഹഃ
വിശേഷ മഹിമയുള്ളവനും സ്വരൂപമായ ബ്രഹ്മാനന്ദത്തെ സദാ പ്രാപിച്ചിരിക്കുന്നവനും ചിലപ്പോൾ പ്രകൃതിയെ സൃഷ്ട്യാദി ലീലകൾക്കു വേണ്ടി സ്വേച്ഛയാ സ്വീകരിക്കുന്നവനും ഇപ്പോൾ യാദവശ്രേഷ്ഠനായി അവതരിച്ചിരിക്കുന്നവനുമായ ശ്രീകൃഷ്ണ ഭഗവാനിൽ മറ്റൊരു വിഷയത്തിലും ചേർച്ചയില്ലാത്തതായിരിക്കുന്ന എൻ്റെ ബുദ്ധി ഇപ്രകാരം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദദാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേരതിരസ്തു മേ അനവദ്യ. മൂന്ന് ലോകത്തിലും വെച്ച് അതിമനോഹരവും തമാലം പോലെ ശ്യാമള നിറമുള്ളതും ബാലസൂര്യപ്രഭ പോലെ പീതവർണ്ണപ്പെട്ടു വസ്ത്രങ്ങളോടുകൂടിയതും നെറ്റിക്കുമീതെ ചുരുണ്ടുകിടക്കുന്ന കുറുനിരകളാൽ മറയ്ക്കപ്പെട്ടും താമരപ്പൂ പോലെ മനോഹരമായും ഇരിക്കുന്ന മുഖത്തോടു കൂടിയതുമായ ശരീരത്തെ ധരിച്ച പാർത്ഥസാരഥിയിൽ ബലകാംക്ഷയില്ലാത്ത പരമപ്രേമം എനിക്കുണ്ടാകേണമേ. മൂന്നാമത്തെ ശ്ലോകം. യുദിതുരഗരജോ വിധൂമ്രവിശ്വചലുളിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരേർവിഭിദ്യമാനത്വജിവിലസത്കവചേസ്തു കൃഷ്ണാത്മാ. പാർത്ഥന് സാരഥ്യം വഹിച്ച ആ മനോഹര രൂപത്തെ സ്മരിക്കുന്നു. യുദ്ധത്തിൽ അർജുനൻ്റെ തേർ തെളിക്കുമ്പോൾ കുതിരകളുടെ കുളമ്പുകൾ തട്ടി പൊങ്ങുന്ന ധൂളികൾ വ്യാപിക്കയാൽ ധൂമ്രവർണ്ണമായും അങ്ങുമിങ്ങും ചലിച്ചുകൊണ്ടിരിക്കുന്ന തലമുടികളിൽ തടഞ്ഞുകൊണ്ടിരിക്കുന്ന വിയർപ്പു തുള്ളികളാൽ അലങ്കരിക്കപ്പെട്ട മുഖത്തോടും എൻ്റെ മൂർച്ചയുള്ള ബാണങ്ങൾ തട്ടി മുറിഞ്ഞിരിക്കുന്ന ശരീരത്തോടും രക്തവ്യാപ്തിയാൽ ശോഭിക്കുന്ന കവചത്തോടും കൂടിയ കൃഷ്ണനിൽ എൻ്റെ മനസ്സ് ദൃഢമായിരിക്കണമേ. നാലാമത്തെ ശ്ലോകം. സപദി സഖിവചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷ്ണ ഹൃദവതി പാർത്ഥസഖേരതിർമമാസ്തു. യുദ്ധം ആരംഭിക്കുന്നതിനു മുമ്പ് അർജുനൻ പറഞ്ഞത് കേട്ട് രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ തേർ നിർത്തി തൻ്റെ നോട്ടത്താൽ തന്നെ ശത്രു സൈന്യങ്ങളുടെ ആയുസ്സിനെ അപഹരിച്ച പാർത്ഥസാരഥിയിൽ എനിക്ക് പരമപ്രേമം ഉണ്ടാകണമേ. അഞ്ചാമത്തെ ശ്ലോകം. വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവദാതിമുഖസ്യ ദോഷബുദ്ധ്യ കുമതിമഹരദാത്മവിദ്യയാൽ ചരണരതി പരമസ്യ തസ്യ മേസ്തു. ശത്രുസൈന്യങ്ങളുടെ മധ്യത്തിൽ നിന്ന് ദൂരെ നിൽക്കുന്ന ശത്രുസൈന്യത്തെ നോക്കിയ അർജുനൻ ഗുരുഭൂതന്മാരുടെയും ബന്ധുക്കളുടെയും വധം പാപമാണെന്നു കരുതി യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോവാൻ ഭാവിച്ച ആ ബുദ്ധിമാന്ദ്യത്തെ ആത്മവിദ്യ ഉപദേശിച്ച് യാതൊരുത്തൻ നശിപ്പിച്ചുവോ ആ പരമപുരുഷൻ്റെ പാദപത്മങ്ങളിൽ എനിക്ക് പരമഭക്തി ഉണ്ടാകണമേ. ആറാമത്തെ ശ്ലോകം. സ്വനിഗമമഭായ മത്പ്രതിജ്ഞാമൃതമധികർത്തൃം അവപ്ലുതോരഥസ്ഥഃ ധൃതരഥചരണോഭ്യയാചലദ്ഗുർഹരിരിവ ഹന്തുമിബം ഗതോത്തരീയഃ. മഹാഭാരത യുദ്ധസമയത്ത് അസ്ത്രം ധരിക്കാതെ സഹായം മാത്രം ചെയ്യാമെന്ന് ഭഗവാൻ പാണ്ഡവന്മാരോട് പ്രതിജ്ഞ ചെയ്തപ്പോൾ അസ്ത്രം എടുപ്പിക്കുമെന്ന് ഞാനും ശപഥം ചെയ്തു. എൻ്റെ ശപഥത്തെ സത്യമാക്കുവാൻ വേണ്ടി അസ്ത്രം എടുക്കുകയില്ല എന്ന സ്വപ്രതിജ്ഞയെ മിഥ്യയാക്കി തന്നേക്കാൾ തൻ്റെ ഭക്തന് ലോകത്തിൽ മാഹാത്മ്യം സിദ്ധിക്കണമെന്ന പരമവാത്സല്യത്തെ പ്രത്യക്ഷമാക്കി അർജുനനും ഞാനുമായി യുദ്ധം നടക്കുന്ന സമയത്ത് അർജുനനെ രക്ഷിപ്പാനും എന്നെ സംഹരിപ്പാനുമെന്ന ഭാവത്തിൽ അതികോപത്തോടെ ചക്രായുധത്തെ കയ്യിൽ ധരിച്ച് തേരിൽ നിന്നും താഴേക്ക് ചാടി എൻ്റെ നേർക്ക് പാഞ്ഞു വരുമ്പോൾ കുക്ഷിയിൽ കിടക്കുന്ന ബ്രഹ്മാണ്ഡം ചലിക്കയാൽ ആ ഭാരത്തെ വഹിക്കുവാൻ കഴിയാതെ അടിവയ്ക്കുന്ന എല്ലാ ഭൂപ്രദേശത്തെ ഇളക്കിക്കൊണ്ടും ശരീരത്തിൽ നിന്നും വീണുപോയ ഉത്തരീയത്തോടും കൂടി മത്തഗജത്തിൻ്റെ നേരെ ചെല്ലുന്ന സിംഹമെന്ന പോലെ അങ്ങ് എൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. ഏഴാമത്തെ ശ്ലോകം. ശിതവിശിഖഹതോ വിശീർണദംശഃ ഷദജ പരിപ്ലുതാദദായിനോ മേ പ്രസമമഭിസസാരമദ്വദാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദഃ. എൻ്റെ മൂർച്ചയുള്ള ബാണങ്ങളാൽ ഹനിക്കപ്പെട്ടവനും അതുനിമിത്തം മുറിഞ്ഞ കവചത്തോടു കൂടിയവനും
അതിനാൽ ബാണമേറ്റു ശരീരത്തിൽ നിന്നും ഒഴുകുന്ന രക്തത്തോടുകൂടെ ബലാത്കാരേണ എന്നെ സംഹരിക്കാൻ ഒരുങ്ങിയവനും ആണെന്ന വിധത്തിൽ ഏതൊരു ഭഗവാൻ എൻ്റെ നേർക്ക് വന്നുവോ, മഹിമയേറിയ ആ ശ്രീകൃഷ്ണൻ എനിക്ക് ആശ്രയമായി ഭവിക്കണമേ. 8-ാമത്തെ ശ്ലോകം. വിജയരഥ കുടുംബ ആത്തദോത്രേ ധൃതഹയരശ്മിതശ്രിയേഷണീയേ ഭഗവതിരതിരസ്തു മേ മുമൂർഷോർ യമിഹ നിരീക്ഷ്യ ഹതാഗതാസ്വരൂപം. അർജുനൻ്റെ തേരാകുന്ന കുടുംബത്തോടും ഒരു കൈയിൽ ചമ്മട്ടിയും മറ്റേ കൈയിൽ കടിഞ്ഞാണും പിടിച്ച് സാരഥ്യം വഹിക്കുന്ന ആ ശോഭയാൽ നോക്കുന്നവരുടെ മനസ്സിനെ ഹരിക്കുവാൻ തക്ക കാന്തിയോടുകൂടിയിരിക്കുന്ന പാർത്ഥസാരഥിയായ ഭഗവാനിൽ മരിപ്പാൻ ആഗ്രഹിച്ചിരിക്കുന്ന എനിക്ക് പരമഭക്തി ഭവിക്കട്ടെ. 9-ാമത്തെ ശ്ലോകം. ലളിതഗതി വിലാസവൽഗുഹാസ പ്രണയനിരീക്ഷണ കൽപ്പിതോരുമാനാഹ കൃതമനുകൃതവത്യ ഉന്മദാന്താഹ പ്രകൃതിമകൻ കില യസ്യ ഗോപവദ്വഹ. ഭംഗിയുള്ള നടത്തം, ലീല, മനോഹരമായ മന്ദഹാസം, സ്നേഹപൂർവകമായ നോട്ടം എന്നിവയാൽ നൽകപ്പെട്ട മഹത്തായ ബഹുമാനത്തോടു കൂടിയവരും ഭഗവാന്റെ ചെയ്തികളെ അനുകരിക്കുന്നവരും ഉള്ളിലുള്ള മതത്താൽ കണ്ണുകാണാത്ത ഗോപസ്ത്രീകളും ഭഗവാന്റെ സ്വരൂപത്തെ പ്രാപിച്ചുവല്ലോ. ആ ഭഗവാനിൽ എനിക്ക് ഭക്തി ഉണ്ടാകണമേ. 10-ാമത്തെ ശ്ലോകം. മുനിഗണ നൃപവർയ സങ്കുലേന്ദ സദസ്സി യുധിഷ്ഠിരരാജസൂയേഷാം അർഹണമുപഭേദ ഈക്ഷണീയോ മമ ദൃശി ഗോചരയേഷാ വിരാത്മാ. മുനിമാരും രാജശ്രേഷ്ഠന്മാരും നിറഞ്ഞിരിക്കുന്ന സഭാമധ്യത്തിൽ യുധിഷ്ഠിരൻ നടത്തിയ രാജസൂയത്തിൽ സകലരുടെയും അന്ധകരണത്തെ ആകർഷിച്ചും കൊണ്ട് അഗ്രപൂജ്യസ്ഥാനത്തിൽ ഇരുത്തി ഏതൊരു ഭഗവാനെ പൂജിച്ചുവോ, ജഗൽപൂജ്യനും സർവാത്മാവുമായിരിക്കുന്ന ആ ഭഗവാൻ എൻ്റെ ദൃഷ്ടിഗോചരനായിരിക്കുന്നുവല്ലോ. എൻ്റെ ഭാഗ്യം എത്ര മഹത്തരമാണ്. 11-ാമത്തെ ശ്ലോകം. തമിമഹമജം ശരീരഭാജാം ഹൃദി ഹൃദി ദിഷ്ടിതം ആത്മകൽപ്പിതാനാം പ്രതിദിശമിവ നൈകദാർക്കമേകം സമധിഗതോസ്മി വിദൂതഭേദമോഹ. തന്നാൽ നിർമ്മിക്കപ്പെട്ട സകല പ്രാണികളുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായിരുന്ന് കർമാനുസരണമായ പ്രവർത്തികളിൽ എല്ലാവരെയും ഏർപ്പെടുത്തുന്ന ജന്മാദി വികാരരഹിതനായ ഭഗവാനെ ഏകനായ സൂര്യൻ ബഹുരൂപത്തിൽ പ്രകാശിക്കുന്ന പോലെ സകലരും കാണുന്നുവോ, അതുപോലെ ഞാനും രൂപഭേദം നിമിത്തമുള്ള നാനാത്യബുദ്ധി തീരെ നശിച്ച് സർവാത്മസ്വരൂപനായി അറിഞ്ഞ് ആ ഭഗവാനെ സർവാത്മന പ്രാപിക്കുന്നു. 12-ാമത്തെ ശ്ലോകം. ക്ഷിതിപരമവരോപിതും കുരൂണാം ശോസനൈവ സൃജദക്ഷവംശവന്യം തമിമമഹുമനുവ്രതാർത്തിഹാംഗ്രീം ഹൃദി പരിരഭ്യ ജിഹാമി മർത്യനീടം. ഭൂമിഭാരം തീർക്കാൻ അവതരിച്ച ഭഗവാൻ അതിനുപായമായിട്ട് കുരുക്കൾ തമ്മിൽ ചൂതുകളി ഉണ്ടാക്കി വായുമുളകളെ തമ്മിൽ ഉരസിപ്പിച്ചിട്ട് അതിൽ നിന്നുണ്ടാകുന്ന അഗ്നി അവയെ ദഹിപ്പിക്കുന്നതുപോലെ ആ ചൂതുകളി ആ വംശത്തെ നശിപ്പിക്കുന്നതായി ഭവിച്ചത് ആരുടെ ഇച്ഛയാലാണോ, ഭക്തപരിതാപം തീർക്കുന്ന പാദപത്മത്തോടുകൂടിയ ആ ഭഗവാനെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ മർത്യശരീരമാകുന്ന കൂടിനെ വിട്ടിതാ പോകുന്നു. സ്തുതി അവസാനിച്ചു. ഹരി ഓം.